നല്ല സുഹൃത്തുക്കളാകുന്ന വിദ്യാർത്ഥിനികളെ, നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും പ്രത്യേകിച്ച് തലച്ചോറിലും ഉറങ്ങിയിരിക്കുന്ന ശക്തി എന്ത് എന്ന് തിരിച്ചറിയാനുള്ള മാർഗങ്ങളാണ് ഈ ജൂൺ മാസം 1-ാം തീയതിക്ക് മുമ്പുള്ള ദിവസങ്ങൾ. അത് നിങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചറിയണം. നിങ്ങളുടെ ലക്ഷ്യബോധം ഏത് എന്ന് നിങ്ങൾ കണ്ടെത്തുക. ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ ശക്തിയിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാം. നിങ്ങൾക്ക് പവറുണ്ട്, ആ ശക്തിയിലേക്ക്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തിയെക്കുറിച്ച് സ്വയം തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഉണ്ടാകണം. അതിന് ഒരു കാര്യം ഞാൻ ആദ്യമായി പറയുന്നത്, ആരോടും യാചിക്കാൻ നിൽക്കരുത്. എന്തിന് യാചിക്കുക? സ്നേഹം യാചിച്ചു വാങ്ങിക്കേണ്ടതല്ല. 2, പണം യാചിച്ചു വാങ്ങിക്കേണ്ടതല്ല. അത് നിൽക്കരുത്. മറ്റുള്ളവൻ്റെ വസ്തുവകൾ യാചിക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ തലച്ചോറിനെ വളർത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ പുതിയ പുസ്തകങ്ങൾ വാങ്ങിക്കുക. പുതിയ വായന ലോകത്ത് എത്തുക. ഇടത് കൈ കൊണ്ടും വലത് കൈ കൊണ്ടും ചുമ്മാ പേപ്പർ എടുത്ത് വരയ്ക്കുക. ഇടം കണ്ണടച്ച് വലം കണ്ണ് തുറന്ന് ചില കാര്യങ്ങൾ കാണുക. ഇടം മൂക്കടച്ച് വലം മൂക്ക് കൊണ്ട് ശ്വസിക്കുക. ഒരു ചെവി അടച്ചു വെച്ചിട്ട് മറുചെവിയിൽ എന്തെങ്കിലും കേൾക്കുന്നോ എന്ന് ശ്രദ്ധിക്കുക. കുറേ നേരം വാ പൂട്ടി വെച്ച് മൗനമെന്ത് എന്ന് ആസ്വദിക്കുക. ഇതെല്ലാം നിങ്ങളുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളെ പ്രശംസിക്കുന്നവരുടെ അടുത്തേക്ക് പോകേണ്ട, എൻ്റെ ഒരു അഭിപ്രായമാണ്. പ്രശംസ ഒരുതരം വഴുക്കലാണ്. അതിങ്ങനെ വഴുകി അങ്ങ് പോകും. എന്നാൽ നിങ്ങൾ പ്രശംസ മാറ്റിയിട്ട് നിങ്ങളെ ബഹുമാനിക്കുന്നവരുടെ അടുത്തേക്ക് നിങ്ങൾ പോവുക. ബഹുമാനം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ജ്ഞാനത്തിൽ നിന്നാണ്. വാക്കുകളിൽ നിന്നല്ല. നല്ല ജ്ഞാനമുള്ളവൻ്റെ വാക്കുകൾക്ക് ആഴമേറിയ ചിന്ത കാണും. എന്നാൽ ജ്ഞാനത്തിനപ്പുറം പ്രവൃത്തിയാണ് നിന്നെ മഹത്വത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ മഹത്വത്തിലേക്ക് തന്നെ കൊണ്ടുവരണമെങ്കിൽ തൻ്റെ പ്രവൃത്തിയെ ഷാർപ്പൻ ചെയ്യുക. ആ ഷാർപ്പൻ ചെയ്യുമ്പം 2 കാര്യങ്ങളാണ് വേണ്ടുന്നത്. ഒന്ന്, ബുദ്ധി കൊണ്ട് ഷാർപ്പൻ ചെയ്യുക. 2, ഈ ബുദ്ധിയെ എപ്പോഴും വെട്ടി മിനുക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. ഇതാണ് അരിസ്റ്റോട്ടലും വിൻസൻ ചർച്ചിലും ഒക്കെ ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബുദ്ധിയെ ഷാർപ്പൻ ചെയ്യാൻ എന്തെല്ലാം അവസരം നിങ്ങൾക്ക് കിട്ടുന്നോ അത് നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങളെ ഒരിക്കലും നിങ്ങളുടെ വികാരങ്ങൾ നിയന്ത്രിക്കരുത്. വികാരത്തെ നിങ്ങൾക്ക് നിയന്ത്രിക്കാം. നിങ്ങൾ നിയന്ത്രിക്കുന്നിടത്താണ് നിങ്ങളുടെ വികാരങ്ങൾ നിൽക്കേണ്ടത്. നിങ്ങളെ വികാരം നിയന്ത്രിക്കാൻ പാടില്ല. സന്തോഷത്തിൻ്റെ ശക്തിയാകുന്ന തീച്ചൂള നമ്മളിൽ നിന്ന് എപ്പോഴും പ്രവഹിക്കട്ടെ. കാരണം നിൻ്റെ സന്തോഷം നിൻ്റെ ഉള്ളിൽ കുടികൊള്ളും. മറ്റുള്ളവർക്ക് ഏറ്റവും കുശുമ്പ് നിങ്ങൾ തോന്നുന്ന ഒരു മുഹൂർത്തമുണ്ട്. അവരെന്ത് വന്നാലും ഇതാ കൂളായിട്ട് നിൽക്കുന്ന, എന്ത് വന്നാലും അല്ലെ അവളെന്ത് വന്നാലും കൂളായിട്ട് നിൽക്കുന്നത്. അത് സന്തോഷത്തിൽ തുടരാൻ കഴിയുന്ന നമ്മുടെ ബ്രെയിൻ്റെ, തലച്ചോറിൻ്റെ വലിയൊരു ശക്തിയാണ്. കാരണം എന്താ, പാറപ്പുറത്ത് ഇരിക്കുന്നവന് ചെറുകല്ലുകളെ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പാറപ്പുറം കണ്ടതാണ്. ആനപ്പുറത്തിരിക്കുന്നതിന് പട്ടിയെ പേടിക്കേണ്ടാവുന്നൊരു നെഗറ്റീവായിട്ടാണ് പറയുന്നെങ്കിൽ കൂടിയും ആനപ്പുറത്ത് ഇരുന്നിട്ടുണ്ടോ? അപ്പം നമ്മുടെ മനസ്സ് അത്രത്തോളം ഒരു ശക്തിയിലേക്കുണ്ട്. തിരസ്കരിക്കുന്നവരെ നല്ലതായിട്ടൊന്ന് കണ്ടേക്കുക. വഴക്കുണ്ടാക്കാനല്ല. ഇവൻ എന്നെ തിരസ്കരിക്കാനുള്ള കാരണം എന്താണ്, അതെനിക്ക് തിരുത്താനുള്ള മാർഗ്ഗമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ബ്രെയിനെ നന്നായിട്ട് കൊണ്ടുവരുവാനുള്ള ഒരു ശക്തിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കട്ടെ. നന്നായിട്ട് വായിക്കുക. ഞാൻ എപ്പോഴും പറയുന്നു, വായനയുടെ ലോകം എങ്ങും നിർത്തരുത്. UGC നെറ്റ് പാസ്സായാൽ അവിടെ നിൽക്കരുത്. നെറ്റ് ഒരു കടമ്പ, 1-ാമത്തെ സ്റ്റെപ്പ്. അവിടെ ഇനിയും ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ഉണ്ട്. ഇന്നലെ എൻ്റെ ഒരു നല്ല സുഹൃത്തിനോട് പഠിച്ച ഒരു സതീർത്ഥനോട് പഠിച്ച ഒരാൾ ഇന്നലെ സംസാരിച്ചും പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് എന്നെ പറയാനുള്ള സാഹചര്യം വരും. അപ്പം അദ്ദേഹം താമരക്കുളം സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരാളാണ്, മാത്സ് പഠിപ്പിക്കുന്നതാണ്. ഞാനത് തിരിച്ച് അവസാനിപ്പിക്കുന്നു. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് അവിടെ നിൽക്കരുത്, SRFന് പോകണം. പിന്നെ മുകളിലോട്ട് ഉണ്ട്. ഒരു വാതിലും നിൻ്റെ മുമ്പിൽ ആർക്കും അടയ്ക്കാൻ സാധിക്കത്തില്ല. അടച്ച വാതിലുകളൊക്കെ ഞാൻ കാലുകൊണ്ട് ചവിട്ടി തുറന്നു. ആദ്യം കൈകൊണ്ട് തെള്ളി തുറന്നു. 2, 3 എൻ്റെ ദൃഷ്ടിയൊന്ന് പറിച്ചപ്പോൾ ആ വാതിലുകൾ എൻ്റെ മുമ്പാകെ തന്നെത്താനെ തുറക്കപ്പെട്ടു എന്ന് പറയാൻ സാധിക്കുന്നിടത്താണോ തന്നിലെ വിജ്ഞാനം ലോകത്തിന് നന്മയായിത്തീരുന്നത്. നിർത്തുന്നു. ജോൺസൺ കരൂർ.